നമ്മുടെ മക്കൾ, വിദ്യാർത്ഥിനികൾ, മുത്തഅല്ലിമീങ്ങൾ എല്ലാം ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. അവരുടെ അക്കാദമിക് ഇയർ ആരംഭിക്കുകയാണ്. ജൂൺ 1 സ്കൂൾ തുറന്ന് നമ്മുടെ മക്കളൊക്കെ മുമ്പത്തെ ക്ലാസ്സിൽ നിന്നും പ്രൊമോഷൻ കിട്ടി പുതിയ ക്ലാസ്സിലേക്ക് വന്നു. പുതിയ പുസ്തകങ്ങളും പുത്തനുടുപ്പും ഒക്കെ ആയിട്ട് അവർ ആദ്യത്തെ അവരുടെ ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ മക്കൾ നല്ല ഊർജ്ജസ്വലരായി നിൽക്കാനും നല്ല ബുദ്ധിശക്തിയും ഫഹമും ആഖിലുമൊക്കെ ഉണ്ടാകാനും നല്ല പഠിക്കുന്ന മക്കളാകാനും വേണ്ടിയിട്ട് തുടക്കം നന്നാക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമാണ്. തുടക്കം നന്നായാൽ എല്ലാം നന്നാകും എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ നമ്മളൊരു വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, അതേപോലെ തന്നെ ഹൗസ് വാമിങ് നടത്തുമ്പോൾ, ഒരു ഷോപ്പ് ഇനാഗുറേഷൻ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ബറക്കത്തുണ്ടാകാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് തുടക്കം നന്നാക്കുക എന്നുള്ളതാണ്. എന്തിനാണ് അങ്ങനെ ഉസ്താദുമാരെ കൊണ്ടുവന്ന് ദുആ ചെയ്യിപ്പിക്കുന്നത്? എന്തിനാണ് അങ്ങനെ നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിട്ടൊക്കെ, മൗലിദ് പാരായണം ചെയ്തിട്ടൊക്കെ വീട് പുരേ കൂടലൊക്കെ നടത്തുന്നത് എന്തിനാ? തുടക്കം നന്നാക്കുക എന്നുള്ളതാണ്. അങ്ങനെ തുടക്കം നന്നായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം നന്നായി കിട്ടും എന്നുള്ളതാണ്. തുടക്കം നന്നാക്കുക, അത് ബിസ്മി കൊണ്ട് തുടങ്ങുക എന്നൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് തന്നെ നമ്മുടെ മക്കൾ പുതിയ അധ്യയന വർഷത്തിലേക്ക്, കലാലയ ജീവിതത്തിൻ്റെ നിറക്കൂട്ടിനുള്ളിലേക്ക് ഒരു ചിത്രശലഭത്തെ പോലെ പാറിപ്പറക്കാനിരിക്കുന്ന ഈ സമയം അവരുടെ തുടക്കം എങ്ങനെ നമുക്ക് നന്നാക്കാം, അതിനുതകുന്ന ഒരു ഇസ്മുണ്ട്. നല്ല ബുദ്ധിശക്തിയും ഫഹമും അഖലുണ്ടാകാൻ, വൈജ്ഞാനിക വിപ്ലവം സൃഷ്ടിക്കാൻ, അതിൻ്റെ വളർച്ചയ്ക്ക് കാരണമാകുന്ന ഒരു ഇസ്മുണ്ട്, ഒരു സൂറത്തുണ്ട്, ഒരു സ്വലാത്തുണ്ട്, എല്ലാം പറയുന്നുണ്ട്. നിങ്ങൾ കൃത്യമായി ഇത് മനസ്സിലാക്കുക. അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയും വരരുത് എന്നറിയിക്കുകയാണ്. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത് പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയും വരുന്നതുകൊണ്ടാണ്. നമ്മൾ ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മക്കൾ നല്ല വൈജ്ഞാനികമായ ഉയർച്ച ഉണ്ടാകാൻ വേണ്ടി ചെയ്യേണ്ട ചില അമലുകളാണ് പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് തന്നെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ നല്ല രൂപത്തിൽ നല്ല ബറക്കത്തുണ്ടാകാൻ വേണ്ടിയിട്ട് അതിനുള്ള ചില അമലുകളൊക്കെ ചെയ്താൽ അതവരുടെ ആ വർഷത്തിൽ തന്നെ വലിയ ബറക്കത്ത് ലഭിക്കാൻ കാരണമാകും. അപ്പോൾ ആദ്യത്തെ ദിവസം മക്കൾ പോകുമ്പോൾ അവർ കുളിച്ച് ഫ്രഷായി വൃത്തിയായി പുതിയ വസ്ത്രമൊക്കെ ധരിക്കല്ലേ. യൂണിഫോം ആണെങ്കിൽ പുതിയതടിച്ചവരുണ്ടാകും. മുമ്പത്തെ ക്ലാസ്സിൽ നിന്ന് പ്രൊമോഷൻ കിട്ടി പുതിയ യൂണിഫോം കിട്ടിയവരുണ്ടാകും. പുതിയ ഡ്രസ്സൊക്കെ അണിഞ്ഞു പോകുന്ന മക്കളായിരിക്കും. അപ്പോൾ പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ ചൊല്ലേണ്ട ഒരു ദിക്റുണ്ട്. നമ്മൾ മുമ്പ് അത് പറഞ്ഞിട്ടുണ്ട്. അത് ചൊല്ലാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചൊല്ലുക. അവർ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വ ഇലൈഹി നുഷൂർ എന്ന് ചൊല്ലാൻ വേണ്ടി പ്രേരിപ്പിക്കുക, ചൊല്ലിപ്പിക്കുക, ചൊല്ലിക്കൊടുക്കുക. അതേപോലെ തന്നെ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച്, കുളിച്ചിട്ടാണല്ലോ ഭക്ഷണം കഴിക്കേണ്ടത്. അതാണ് അതിൻ്റെ ഒരു രീതി, ആരോഗ്യകരമായ രീതി അതാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ച് വുളുവോടുകൂടെ അവരെ അന്നത്തെ ദിവസം സ്കൂളിലേക്ക് പറഞ്ഞയക്കുക. ഇതൊക്കെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതോടുകൂടെ നമുക്ക് വലിയ മാറ്റങ്ങൾ അവരിൽ കൊണ്ടുവരാൻ സാധിക്കും. വുളുവോടുകൂടെ പറഞ്ഞയക്കുക. ഇറങ്ങുന്ന സമയത്ത് പറ്റുമെങ്കിൽ അവരോട് ളുഹായുടെ 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി പറയാം. അതിൻ്റെ സമയം ആ ടൈമിലാണ്, അവർ സ്കൂളിലേക്ക് പോകുന്ന ടൈമിലാണ്. അപ്പോൾ ളുഹ നിസ്കരിക്കാൻ വേണ്ടി പറയാം. അതിനെല്ലാം വളരെ കൃത്യതയോടുകൂടെ തന്നെ നമ്മളെ മുത്തഅല്ലിമീങ്ങളെയൊക്കെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ളുഹ നിസ്കരിച്ചിട്ടാണ് അവർ പോകാറുള്ളത്. അത് അവരുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് ലഭിക്കാൻ കാരണമാകുന്നുള്ളതാണ്. പിന്നെ അവർ ഭൗതിക വിദ്യാഭ്യാസത്തിലും മതവിദ്യാഭ്യാസത്തിലൊക്കെ നല്ല ഉയർച്ചയിലും വളർച്ചയിലും എത്തണം. അതിന് നമ്മൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫത്ഹ് അന്നത്തെ ദിവസം അവരെ കൊണ്ട് പാരായണം ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ പാരായണം ചെയ്യിപ്പിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അവരുടെ സ്വലാഹിന് വേണ്ടിയും അവരുടെ ഖൈറിന് വേണ്ടിയിട്ടും അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ തന്നെ സ്വയം അത് പാരായണം ചെയ്യുക. അവരോട് വിജയത്തിൻ്റെ ഇസ്മായ യാ ഫത്താഹു യാ അള്ളാഹ് എന്നുള്ളത് 489 തവണയോ 92 തവണയോ ചൊല്ലാൻ വേണ്ടി പറയുക.
അവരതങ്ങനെ ചൊല്ലുകയാണെങ്കിൽ ആ ഇസ്മിൻ്റെ ബറക്കത്ത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഖുർആൻ അങ്ങനെ ഓതാൻ പറ്റുമോ എന്ന് നോക്കുക, പറ്റാതിരിക്കുന്നില്ല. അവരോട് ജസ്റ്റ് ഒന്ന് വായിക്കാൻ വേണ്ടി, ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി, മനസ്സുണ്ടെങ്കിൽ ഒന്ന് ഓതാൻ വേണ്ടി പറയുക. അതേപോലെ തന്നെ ഇറങ്ങുന്ന സമയത്ത് ഒരു 3 തവണ സ്വലാത്തുൽ ഫാത്തിഹ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിനിൽ ഫാത്തിഹ ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി വസഹ്ബിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. ഇത് വളരെ ആത്മാർത്ഥമായിട്ട് അവരോട് ചൊല്ലാൻ വേണ്ടി പറയുക. ചുരുങ്ങിയതൊരു 3 തവണ ചൊല്ലാൻ വേണ്ടി പറയുക. പിന്നെ തുടക്കം മുതലേ നമ്മൾ ശ്രദ്ധിക്കുക. ഒരു ഇസ്മും കൂടി ഇതിൽ പറയാനുണ്ട് കേട്ടോ. വൈജ്ഞാനിക വളർച്ചയ്ക്ക് ഉപകാരപ്പെടുന്ന ഒരു ഇസ്മ ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ മുമ്പ് ചില കാര്യങ്ങൾ പറയുകയാണ്. ഈ തുടക്കം മുതലേ മക്കളെ ശ്രദ്ധിക്കുക. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയത്, പല കേസുകളും ഇതുമായി ബന്ധപ്പെട്ട് ഉസ്താദ് എൻ്റെ മോനെ തീരെ പഠിക്കുന്നില്ല, പിന്നോക്കാണ്, ഓൻ തീരെ ശ്രദ്ധിക്കുന്നില്ല. പാരൻസ് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ടീച്ചേഴ്സും പ്രിൻസിപ്പളും HM ഒക്കെ ഭയങ്കരമായിട്ട് കംപ്ലൈൻറ്റ് പറയുന്നു, ക്ലാസ്സിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെയുള്ള ചില പരാതികൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളുണ്ട്. പലപ്പോഴും നമ്മുടെ മുമ്പിലും അത്തരം കേസുകളൊക്കെ വരാറുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ആ കുട്ടികളെ എടുത്തു നോക്കുമ്പോൾ കുട്ടികൾക്ക് ബുദ്ധി കുറവുള്ള കുട്ടികളായിട്ടൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. നല്ല IQ ലെവലൊക്കെ ഉള്ള നല്ല കഴിവുള്ള കുട്ടികളാണ്. ഈ കുട്ടികളെക്കുറിച്ചാണ് എന്ത് പറയുന്നത്? കുട്ടികൾ പഠിക്കുന്നില്ല, ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, അശ്രദ്ധമായിരിക്കുന്നു എന്നൊക്കെ പറയുന്നത്. അതെന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, തുടക്കത്തിൽ ഈ നമ്മുടെ ഈ സ്കൂളിലെ നമ്മൾ ഈ അക്കാദമിക് ക്ലാസ്സുകളൊക്കെ എടുക്കുന്നതുകൊണ്ട് നമുക്ക് കുറേയൊക്കെ അതിൻ്റെ ഒരു ഐഡിയ ഉണ്ട്. സ്കൂളിലെ ചില ചാപ്റ്റേഴ്സൊക്കെ മുമ്പുള്ള പാഠങ്ങളുമായി റിലേറ്റഡ് ആണ്, മുമ്പത്തെ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചതുമായി റിലേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പുട്ടിൽ തേങ്ങടുന്നത് പോലെ നമ്മൾ മുമ്പത് പഠിച്ചിരുന്നുവല്ലോ, മുമ്പ് നമ്മളത് മനസ്സിലാക്കിയിരുന്നുവല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഓർമ്മയില്ലേ, ഇതിങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ വരെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കണക്റ്റഡാണ്, എല്ലാം മുമ്പത്തെ ചാപ്റ്ററുമായിട്ടും മുമ്പത്തെ ക്ലാസ്സുമായിട്ടൊക്കെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുമ്പത്തെ ഒരു ഭാഗം മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാകാത്തവയാണ് ഭൂരിഭാഗവും. അതുകൊണ്ട് കുട്ടികൾക്ക് മനസ്സിലാകാതെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ആ മനസ്സിലാകാതെ ഇരിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയാൽ മതി. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്. അവൻ ഈ വർഷം 10th അപ്പോൾ വലിയ ബുദ്ധിമാനൊന്നല്ലെങ്കിലും ഒരു ആവറേജ് IQ ലെവലൊക്കെ ഉള്ള, നമ്മൾ പഠിപ്പിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന, പഠിക്കാൻ കഴിയുന്ന ഒരു ആവറേജ് ലെവലിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. എൻ്റെ അടുത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അപ്പം ഞാൻ അങ്ങനെ അവൻ്റെ മാത്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ദിവസം ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അവൻ ആ ചാപ്റ്ററിനെ കുറിച്ചുള്ള നോളജ് എന്ന് പറഞ്ഞാൽ ബ്ലാങ്കാണ്, അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി ക്ലാസ് ഇതെടുക്കുന്ന സമയത്ത് നിനക്കിത് ക്ലാസ്സിൽ ഇനി ഉണ്ടായിരുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ അത് ക്ലാസ്സിലുണ്ടായിരുന്നു. അതെന്താ നീ ശ്രദ്ധിക്കാതിരുന്ന എനിക്ക് കിട്ടില്ല. അതെനിക്ക് ഈ പാഠം മനസ്സിലായിട്ടില്ല. അതെന്താ മനസ്സിലാകാതിരുന്നത്? ടീച്ചർ പറഞ്ഞു മനസ്സിലായില്ല എന്ന്. അപ്പോൾ നിനക്ക് തലേ കയറാത്തതാണോ, നിനക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതാണോ എന്ന് ചോദിച്ചു. അല്ല, എനിക്കത് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് അവിടെ ഒന്നും പറയാനില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ചാപ്റ്റർ എടുത്തു, അതിൻ്റെ ഭാഗങ്ങൾ വളരെ ശാന്തമായിട്ട് ജസ്റ്റ് ഒന്ന് അവനെ കൊണ്ട് തന്നെ റീഡ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഇങ്ങനെ ഓരോ പോർഷനും, ഓരോ സെൻറ്റൻസിലും ഓരോ പോർഷനും ഉണ്ടല്ലോ, അതിങ്ങനെ നോക്കിയിട്ട് ഇവിടെ നിനക്ക് മനസ്സിലായല്ലോ, ഇതിങ്ങനെ അങ്ങനെ നോക്കി ഇങ്ങനെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യിപ്പിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ ഒരു അസിസ്റ്റ് ചെയ്യുക പോലും ചെയ്തിട്ടില്ല. അങ്ങനെ റീഡ് ചെയ്യിപ്പിച്ചപ്പോഴേക്ക് ഓന ആ ഒരു പാരഗ്രാഫ് ഉണ്ടല്ലോ, അതിൽ പറഞ്ഞ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനും എനിക്ക് മനസ്സിലായി എന്നുള്ളതാണ്. അപ്പോൾ ഈ കുട്ടികൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. മുമ്പുമായി ബന്ധം ഇതെനിക്ക് മനസ്സിലാകില്ല എന്നുള്ളൊരു ധാരണയും അവർക്കുണ്ട്. അതൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്ത് കുട്ടികളെ കൃത്യമായിട്ട് നമ്മൾ ഇപ്പോൾ നമ്മൾ ക്ലാസ് ആരംഭിക്കുകയാണ് അല്ലേ, പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ഈ തുടക്കത്തിൽ തന്നെ അന്നാന്നെടുക്കുന്ന ചാപ്റ്റേഴ്സ്, പാഠങ്ങൾ കൃത്യമായിട്ട് അവർ പഠിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ മക്കൾ 10ാം ക്ലാസ്സിലാണെന്ന് സങ്കല്പിക്കുക, 10A+ അവർക്ക് കിട്ടും. കാരണം അത്രയേ ഉള്ളൂ അതിലൊക്കെ പഠിക്കാൻ, കൂടുതലായിട്ട് പഠിക്കാൻ അതിലൊന്നുമില്ല, അവർക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ എന്നാണ് പറയുന്നത്. ഇവിടെ പലപ്പോഴും ബുദ്ധി കുറവുള്ള, ചിലപ്പോൾ പഠിക്കാൻ വളരെ പ്രയാസമുള്ള ചില കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. അത്തരം കുട്ടികളിലൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് അനുഭവപ്പെട്ട ചില വിഷയങ്ങളും കൂടെയാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് തുടക്കം മുതലേ ശ്രദ്ധിക്കുക.
അവസാന എക്സാമിൻ്റെ സമയത്ത് വന്നിട്ട് അവരോട് അത് പഠിക്കാൻ പറയുകയോ ഇതാക്കുകയോ ചെയ്തിട്ട് കാര്യമില്ല. അത് നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചു വരണം. അതേപോലെ തന്നെ പാരൻസ് മീറ്റിങ്ങിന് പോയിട്ട് ടീച്ചർ നമ്മുടെ മോൻ്റെയോ മോളുടെയോ ഒരു നെഗറ്റീവ് എന്തോ പറഞ്ഞ് നമ്മൾ വന്നിട്ട് അവരോട് ഒരുപാട് ഷൗട്ട് ചെയ്തിട്ടോ നീ എന്തങ്ങനെ പഠിക്കാഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒന്നും ഒരു കാര്യമില്ല. കാരണം അപ്പോൾ പറഞ്ഞാൽ തീരുന്ന വിഷയമല്ല അത്. അങ്ങനെ പറഞ്ഞു അവർക്ക് വീണ്ടും ഒരു നെഗറ്റീവ് തോട്ട്സ് അവർക്ക് കൊടുക്കുള്ളൂ, ഒരു സ്ട്രോക്ക് അവർക്ക് കൊടുക്കാൻ കാരണമാകും. അതുകൊണ്ട് അതൊന്നും ചെയ്യരുത്. നമ്മളതിൻ്റെതായ കൃത്യമായ മെത്തേഡിൽ തന്നെ മുന്നോട്ട് പോകണം. അങ്ങനെ നല്ല രൂപത്തിൽ പഠിപ്പിക്കുകയാണെങ്കിൽ അവർ നല്ല മക്കളായി വരും. വിദ്യാർത്ഥികളുടെയൊക്കെ വൈജ്ഞാനിക വളർച്ചയ്ക്ക് ഉത്തമമായൊരു ഇസ്മാണ് അലീം എന്ന് പറയുന്ന ഇസ്മ. ഈ അലീം എന്നുള്ളത് അലി എന്ന് പറയുന്ന ഇസ്മ, ഈ അലി എന്നുള്ളത് അലീം എന്ന് പറയുന്ന ഇസ്മിനോട് ചേർത്തിയിട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ല വൈജ്ഞാനിക വളർച്ച ഉണ്ടാവാൻ കാരണമാകും. യാ അലിയു യാ അലീം എന്നുള്ളത് ചൊല്ലാം, ഒരു 101 തവണയൊക്കെ ചൊല്ലാം. അവർക്ക് നല്ല രൂപത്തിൽ നല്ല വളർച്ച ലഭിക്കാനൊക്കെ കാരണമാകും എന്നുള്ളതാണ്. അലി എന്നുള്ളതിലെ ഇസ്മിലെ ഒരു ഇരട്ട അക്ഷരമുണ്ട് അലി എന്ന് പറയുമ്പോൾ. അയ്യാ അത് ഉയർച്ചയൊക്കെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലാം. കുട്ടികളോടൊക്കെ അലം നശ്റഹ് ഇടയ്ക്കിടയ്ക്ക് ചൊല്ലാൻ വേണ്ടി പ്രേരിപ്പിക്കുക. അതവരുടെ ഹൃദയ വിശാലതയ്ക്കും അവരെ പഠിച്ചതൊക്കെ പെട്ടെന്ന് മനസ്സിലിരിക്കാനൊക്കെ കാരണമാകുന്ന ഒരു സൂറത്ത് കൂടെയാണ്. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഉയർച്ചയും വളർച്ചയും നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നല്ല ബുദ്ധിശക്തി നൽകട്ടെ, ബുദ്ധി വികാസം നൽകട്ടെ. നിങ്ങളുടെ മക്കളൊക്കെ ഏത് ക്ലാസ്സിലാണ്, ഏത് ക്ലാസ്സിലേക്കാണ് എത്തിയിട്ടുള്ളത് എന്നുള്ളതൊക്കെ ഒന്ന് എഴുതി അറിയിക്കൂ. അള്ളാഹു മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.